ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ആദ്യത്തെ ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എജുമാർട്ടിലേക്കാണ്. എജുമാർട്ടിൽ നിന്നും റോസൂട്ടിക്ക് ആവശ്യമായ നോട്ട് ബുക്സ്, മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി വാങ്ങാനുള്ളത് സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് തുടങ്ങിയവയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് അത് എജുമാർട്ടിൽ നിന്ന് വാങ്ങിയില്ല എന്നുള്ളതിന് രണ്ട് റീസണാണുള്ളത്. ഒന്ന്, ഞങ്ങൾ എജുമാർട്ടിൽ പോയ സമയം കുറച്ച് ലേറ്റായിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പർച്ചേസിങ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് നമുക്ക് നോക്കിയെടുക്കണമല്ലോ, അതുകൊണ്ട് അന്നത് വാങ്ങിയില്ല. രണ്ടാമത്തെ റീസൺ, കമ്പാരിറ്റീവ്ലി എജുമാർട്ടിലെ ബാഗുകൾക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ അവിടെ നിന്നാണ് സ്കൂൾ ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയൊക്കെയുള്ള ബാഗ് തന്നെയാണ്. എങ്കിലും പുറത്ത് അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞ് ബാഗ് നമുക്ക് വാങ്ങാൻ കിട്ടും നല്ല ക്വാളിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് എജുമാർട്ടിൽ നിന്നും ബാഗ് വാങ്ങാതിരുന്നത്. അപ്പോൾ അല്ലാതെ അവിടുത്തെ സാധനങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം വാങ്ങിയതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ കഴിഞ്ഞ വർഷം വാങ്ങിയ ബാഗ് കുറച്ച് ചെറിയ ബാഗായിരുന്നു, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട്. ഈ പ്രാവശ്യം കുറച്ചുകൂടി മുതിർന്നല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി വലിയ ബാഗ് വാങ്ങിക്കൊടുക്കാമെന്ന്. അതുകൊണ്ടാണ് പുതിയ ബാഗ് വാങ്ങേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ ബാഗ് തന്നെ കൊടുത്തു വിട്ടേനെ. അപ്പോൾ പിന്നെ കുഞ്ഞു മക്കൾക്ക് അവർക്ക് പുത്തൻ ബാഗ്, കുട എന്നൊക്കെ പറയുമ്പോൾ ഒരു വികാരമാണല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ വാങ്ങിക്കൊടുക്കാം, പാവമല്ലേ, ഒന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ SM സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ സോണി ബാഗ്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ടെന്നാണ് ചേട്ടായി പറഞ്ഞത്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ചേട്ടായി ഞങ്ങളെ SM സ്ട്രീറ്റിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കാറിൽ കയറി പോകുന്നത്. അല്ലേ ഞങ്ങൾ ബസ് വിളിച്ചേനെ, അല്ലെ ഓട്ടോ വിളിച്ചേനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാറിലിങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുകയാണ് ഗൈസ്. കുറേ നേരം കഥയൊക്കെ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് എത്തി. അപ്പോൾ കണ്ടോ, മാനാഞ്ചിറ എത്തി. മാനാഞ്ചിറ മൊത്തത്തിൽ കോഴിക്കോട് നല്ല മഴയായിരുന്നു, എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമായിട്ട് ഞങ്ങൾ SM സ്ട്രീറ്റ് വരെ എത്തി എന്ന് പറയാമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് SM സ്ട്രീറ്റിൽ പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, റോസൂട്ടിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്ക് SM സ്ട്രീറ്റിലേക്ക് 3-4 എൻട്രൻസ് ഉണ്ടല്ലോ. അപ്പോൾ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് അവിടുന്ന് റൈറ്റിലേക്ക് തിരിയുന്ന വഴിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ സോണി ബാഗ്സിൽ ഇനിയിപ്പം ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ കണ്ട് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ആ വഴി പോയാൽ മതി കേട്ടോ. ആ വഴിയാണ് പോകേണ്ടത്. കോട്ടപ്പറമ്പ് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് റൈറ്റിലേക്കൊരു വഴിയുണ്ട്, അപ്പോൾ അതിലേ പോയാൽ മതി. അപ്പോൾ ആ ഭാഗത്ത് സോണി ബാഗ്സ് മാത്രമല്ല, വേറെയും ബാഗ്സിൻ്റെ ഷോപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും ആരും കാണണ്ട, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അറിവ് വെച്ച് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ലോറി വരുന്ന വഴിയുണ്ടോ, അതിലെയാണ് പോകേണ്ടത്. അപ്പം ഞങ്ങൾ അതിലേ പോയി സോണി ബാഗ്സിൽ കയറി. കുറേ ബാഗ്സ് ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് കൺഫ്യൂഷനായി ഏതെടുക്കണം എന്നത്. പക്ഷെ റോസൂട്ടിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. റോസൂട്ടി എല്ലാ ബാഗും ഒന്ന് നോക്കിയതിന് ശേഷം അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തു. അപ്പം അധികം ടൈം എടുക്കേണ്ടി വന്നില്ല. ഞാൻ വിചാരിച്ചു ഒരുപാട് സമയം എടുക്കുമായിരിക്കുമെന്ന്. പക്ഷെ റോസൂട്ടിക്ക് ഇഷ്ടമുള്ള സംഭവം കിട്ടിയതുകൊണ്ട് റോസൂട്ടി ഹാപ്പി ആയിരുന്നു. അതെ, നമ്മുടെ യൂണിക്കോൺ ഭയങ്കര ഇഷ്ടമാണ് റോസൂട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ബാഗ് തന്നെ മതി എന്ന് പറഞ്ഞു. അതിന് ജസ്റ്റ് എന്താ പറയുക, 650 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ബാഗിന്. പക്ഷെ അവരുടെ ഓൺ പ്രൊഡക്ഷനാണ്. എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവർ തന്നെ റെഡിയാക്കി തരും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഒരു പ്രശ്നവും തോന്നിയില്ല കേട്ടോ കണ്ടിട്ട്. ഇനി യൂസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ എന്തായാലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഈ യൂണിക്കോൺ ബാഗൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇറങ്ങിയപ്പം ഒരു ടോയ്സിൻ്റെ കട കണ്ടപ്പോൾ റോസൂട്ടിക്ക് ആ തൂങ്ങിക്കിടക്കുന്ന സംഭവം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങി. അതിങ്ങനെ താഴെ രണ്ട് സൈഡിലും പിടിച്ച് ഞെക്കുമ്പോൾ ചെവി ഇങ്ങനെ പൊങ്ങും. അപ്പം നല്ല രസമാണല്ലോ, മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ചെവിയിൽ ഇങ്ങനെ തലയിൽ വെച്ചിട്ടാണ് കക്ഷി നടക്കുന്നത് കേട്ടോ, മിഠായി തെരുവിലൂടെ.
മിഠായിത്തെരുവിൻ്റെ വഴികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? റോട്ടിൽ നിറയെ വെള്ളമാണ്, മഴ പെയ്ത് ചെളിയാണ്. അപ്പം ചെളിയിലൊന്നും ചവിട്ടി വീഴാതെ ഞങ്ങൾ സൂക്ഷിച്ച് നടന്നിങ്ങനെ പോയി. കുറേ ഇങ്ങനെ രണ്ട് സൈഡിലും കച്ചവടക്കാരുണ്ടല്ലോ, അപ്പോൾ അത് കണ്ട് ഇങ്ങനെ നടക്കുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിഠായിത്തെരുവിലൂടെ ഇങ്ങനെ തെണ്ടി നടക്കാനായിട്ട്. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് രസമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ട്, ഫ്രണ്ട്സോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു സുഖം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന കടയിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. റാങ്ക് എന്നാണ് കടയുടെ പേര്. കണ്ടോ, ഇവിടെ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പം എപ്പോഴും നമ്മൾ കയറുന്ന ഒരു കട കൂടെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ടിഫിൻ ബോക്സാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ടിഫിൻ ബോക്സിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഉള്ളിൽ സ്റ്റീൽ വരുന്ന, പുറത്ത് കോട്ടിങ് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്റ്റീൽ തന്നെയാണ്. കാരണം ഈ കോട്ടിങ് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ സ്റ്റീലിൻ്റെയും കോട്ടിങ്ങിൻ്റെയും നടുവിൽ പുഴുക്കൾ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് സ്റ്റീലുള്ളതാണ് വാങ്ങിയത്, സ്റ്റീലിൻ്റെത് മാത്രമാണ് വാങ്ങിയത്. അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു ടിഫിൻ ബോക്സാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ അട്രാക്റ്റീവായിട്ടുള്ള ടിഫിൻ ബോക്സ് ഉണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത പാത്രം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേലെ നല്ല കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്, കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെയുള്ള പല ടൈപ്പ് സ്റ്റീൽ ടിഫിൻ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് റോസൂട്ടിക്ക് എനിക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ ബോക്സ് ആയിരുന്നു നോക്കിയത്. അപ്പോൾ ഓൾറെഡി ഒരു പെൻസിൽ പൗച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എങ്കിലും ഇത് റോസൂട്ടിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇതൊരു വെറൈറ്റി സംഭവമാണല്ലോ, മേലെ എഴുതാനൊക്കെ പറ്റുന്നത് കൊണ്ട് ഇതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിത്തരുമോ അമ്മേ എന്ന് ചോദിച്ചതുകൊണ്ട് ഞാനത് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ബോക്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ബോക്സൊക്കെ നമ്മൾ മേടിച്ചു. പിന്നെ നമ്മൾ നോക്കിയത് വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിലിൻ്റെ ഒരു മഹാസാഗരം തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു കടയിൽ. അപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തെക്കാളും കളക്ഷൻ ഈ വർഷം വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു ഗൈസ്. എങ്കിലും റോസൂട്ടീൻ്റെ ഒരു ഓപ്ഷൻ ആണല്ലോ, അതുകൊണ്ട് ഞാൻ അവളോട് തന്നെ സെലക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. നമുക്ക് വേണ്ട ഗൈഡൻസ് മാത്രം കൊടുക്കാം. അങ്ങനെ ഞാൻ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി നിന്ന് റോസൂട്ടി സെലക്ട് ചെയ്തൊക്കെ ഞാൻ നോക്കി, നല്ലതും ചീത്തയൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം ഒരു ബ്ലൂ കളറ് വാട്ടർ ബോട്ടിൽ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം അതിലും നമ്മുടെ ആളുണ്ടായിരുന്നു, യൂണിക്കോൺ. അപ്പോൾ യൂണിക്കോണിനെ എവിടെ കണ്ടാലും റോസൂട്ടി ഒന്ന് അത് തൊട്ട് നോക്കോ, അതെടുക്കോ, അത് വേണമെന്ന് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ വാട്ടർ ബോട്ടിലാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇത് മതി എന്ന് പറഞ്ഞപ്പം ഓക്കെ, അത് മതി. അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്തു. അങ്ങനെ വാട്ടർ ബോട്ടിൽ വാങ്ങി. പിന്നെ നമുക്ക് ഒരു കുട്ടി ബാഗും കൂടി വാങ്ങാനുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകണമല്ലോ. അപ്പോൾ വേദപാഠം പഠിക്കുന്നത് കൊണ്ട് വേദപാഠത്തിന് കൊണ്ടുപോകാനായിട്ട് ഒരു കുഞ്ഞു ബാഗ് വേണം. അത് നമ്മുടെ സോഫ്റ്റ് ടോയ്സ് ടൈപ്പ് ബാഗാണ് ചൂസ് ചെയ്തത്. കണ്ടോ, ഇതാണ് വാങ്ങിയത്. അതും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ റാങ്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു ഗൈസ്. ബില്ലിങ്ങിൻ്റെ അവിടെയാണ് ഏറ്റവും തിരക്ക് അനുഭവപ്പെട്ടത്. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഒന്നാമത് സ്കൂൾ ഓപ്പൺ ചെയ്യാനായിട്ട് സമയമായല്ലോ, ഇനി ഒരാഴ്ചയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള തിരക്കാണ്. പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ ബില്ല് ചെയ്ത് നേരെ കലന്തൻസിൽ വന്നു. റോസൂട്ടീൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീമും ഞാനൊരു കോൾഡ് കോഫി ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ച് റിലാക്സ്ഡായി. റോസൂട്ടി കുറച്ച് ക്ഷീണിച്ചായിരുന്നു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പോൾ റോസൂട്ടി നന്നായിട്ട് ക്ഷീണിച്ചതുകൊണ്ട് തന്നെ വണ്ടി കയറിയപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു ഗൈസ്. താങ്ക് യു, ബൈ.